ചാനലൊന്നും മാറിയിട്ടില്ല, ബ്യൂട്ടി ചാനൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന്. പിന്നെ നിങ്ങൾക്കും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുക്കിംഗ് വ്ളോഗാണ്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ 2020 തുടക്കം? എങ്ങനെ ഉണ്ടായിരുന്നു 2019? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വർഷമാണ് കേട്ടോ 2019. കാരണം എനിക്ക് നിങ്ങളെയൊക്കെ തന്നത് 2019 അപ്പോൾ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കും ഈ ഒരു വർഷം നല്ലതായിരിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിച്ചു തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് കണ്ണടച്ച് തുറക്കും മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ നിങ്ങളെക്കാളും അസല് മടിച്ചാണ്. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്കിൻ കെയർ വീഡിയോകൾ പോലും വളരെ ഈസി ആയിട്ടുള്ളത് ചെയ്യുന്നത്. അപ്പം എന്ന് കരുതി എഫക്റ്റീവ് അല്ല എന്നല്ല, എഫക്റ്റീവാണ്, വളരെ എഫക്റ്റീവാണ്, അതുപോലെ സിമ്പിളാണ്, അതുപോലെ ഈസിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു മുഖമുദ്ര. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒരു സാധനം കാണിച്ചു തരാനുണ്ട്. അപ്പം ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരു സ്റ്റീൽ കടായാണ് കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായാണ് മേയറിൻ്റെ. അപ്പോൾ ഇതുവരെ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളൊരു ഫാമിലി അല്ലേ, ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരണ്ട. അപ്പം നിങ്ങളുടെ മുന്നിൽ ഇത് തുറന്നിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ ഇതിലൊരു കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളടുത്തും എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ അൺബോക്സിങ് കൂടെ കാണാം, എന്നിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഒരു കറി. എന്നാൽ പിന്നെ വൈകിക്കേണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഇതിൻ്റെ ഒരു പാക്കേജ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്തിട്ടാണ് അവർ അയച്ചിരിക്കുന്നത്. ഇതിൻ്റെ മൂടിയും അതുപോലെ കടായും സെപ്പറേറ്റ് ആയിട്ട് അവരിങ്ങനെ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ടാണ് അയച്ചിരിക്കുന്നത്. പിന്നെ മൂടി വന്നിട്ട് ഗ്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഒരു കാർഡ്ബോർഡൊക്കെ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് വാഷ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതെന്തായാലും കളയാതെ വെക്കണമല്ലോ. ഇതാണ് നമ്മൾ വാങ്ങിച്ച കടായി. ഇതൊരു സ്റ്റീൽ കടായിയാണ്. ഇങ്ങനെ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ലിഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഹാൻഡിലും സാധാരണ വരുന്ന ഒരു ഹാൻഡിൽ പോലെയല്ല വന്നിരിക്കുന്നത്. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 3 ലെയേഴ്സ് ആയിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് ലെയറിൽ ജപ്പാനീസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നടുവിലായിട്ട് അലൂമിനിയം, പ്യുർ ഓസ്ട്രേലിയൻ അലൂമിനിയം ആണുള്ളത്. പിന്നെ വീണ്ടും ജാപ്പാനീസ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 3 ലെയേഴ്സ് ആയിട്ടുള്ള ഒരു കടായാണ്. പിന്നെ ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ല സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്, പിന്നെ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് എളുപ്പം കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് ചൂടാവുന്നത്. ഒരു സ്ഥലത്ത് ചൂട് കൂടുതൽ, വേറെ സ്ഥലത്ത് ചൂട് കുറവ്, അങ്ങനെയല്ല. അപ്പോൾ ഒരേപോലെ ചൂടാവുന്നതുകൊണ്ട് നമുക്ക് വേഗം തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലിഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്ലാസ് ടൈപ്പാണ്. പിന്നെ അതുകൊണ്ട് തന്നെ അത് മോയ്സ്ചർ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ താണ നിലവാരത്തിലുള്ള സ്റ്റീലൊക്കെ വാങ്ങുമ്പോൾ എളുപ്പം തുരുമ്പ് പിടിക്കും. ഇത് അങ്ങനെ എളുപ്പം തുരുമ്പ് പിടിക്കുന്ന ടൈപ്പല്ല. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ വന്നിട്ട് സിലിക്കോൺ ഗ്രിപ്പ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചൂടാവില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ പിടിക്കാൻ പറ്റും. പിന്നെ ഗ്യാസിന് മേലെയും അതുപോലെ ഇൻഡക്ഷൻ്റെ മേലെയും വെക്കാം, അതുപോലെ ഓവനിലും ഡിഷ് വാഷറിലും ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 10 വർഷത്തെ വാറണ്ടി അവർ തരുന്നുണ്ട്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് 1 വർഷത്തെ വാറണ്ടി പോലും കിട്ടാറില്ല. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റീൽ കടായിക്ക് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ, ഇതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ദാൽ തടുക്കയാണ്. നിങ്ങളിൽ പലരും ഇത് അറിയുന്നവരായിരിക്കും, ചിലപ്പോൾ ഉണ്ടാക്കുന്നവരായിരിക്കും. കാരണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചോറിനും അതുപോലെ റോട്ടി ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് 3 പേർക്കും വേണ്ടത്ര തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരത്തെ കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ നല്ലോണം നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത്. എനിക്ക് ഇവിടെ ഒരു 5 വിസിലൊക്കെ ആകുമ്പോൾ നല്ലോണം വെന്ത് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇത് ഞാൻ വേവിക്കാൻ വെച്ചു. ഈ സമയത്ത് നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ഉള്ളിയുടെ പകുതി, ഒരു തക്കാളിയുടെ പകുതി, പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് പച്ചമുളക് കൂട്ടാം കേട്ടോ. എനിക്ക് അത്ര എരിവ് വേണ്ട, അതാണ്. അപ്പം ഞാനിവിടെ കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെളിച്ചെണ്ണയല്ല ഒഴിക്കാൻ പോകുന്നത്, റൈസ് ബ്രാൻ ഓയിലാണ്. അപ്പം നമ്മൾ കടായി ചൂടായി കഴിഞ്ഞു. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ കടുക്, പിന്നെന്താണ് ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ പച്ചക്കറികളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ ഇവിടെ ഹൈദരാബാദിൽ തന്നെയായിരുന്നു, 6 മാസം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെയാണ് മോനൊക്കെ ഉണ്ടായതിന് ശേഷം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ താഴെ കുറച്ച് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ അയാളുടെ മകൾ എനിക്ക് കൂട്ടിന് വേണ്ടിയിട്ട് അവിടെ വരുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ആ സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു തന്നതാണ് ഈ റെസിപ്പി. പക്ഷേ ഞാനിത് ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. അവൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല, അവൾ പറയാത്ത കാര്യങ്ങൾ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ തക്കാളിയൊന്നും ചേർക്കാൻ പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ അവൾ കായത്തിൻ്റെ പൊടി, അതുപോലെ പുളി വെള്ളമല്ല, ഡയറക്റ്റ് പുളി, ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ട് ചേർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് തക്കാളിയുടെ പുളി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു മറ്റു പുളി വേണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പുളി ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വഴച്ചെടുക്കണം കേട്ടോ, നന്നായിട്ട് വഴറ്റണം. ആ വഴറ്റുമ്പോൾ തന്നെ അതൊന്ന് വെന്ത് വരികയും വേണം. മേയറിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. അപ്പം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ലിങ്ക് നോക്കിയിട്ട് ഞെട്ടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിങ്ങനെ എന്താ പറയുക, വില കുറവുള്ള താണ നിലവാരമുള്ള പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് ഇടയ്ക്കിടെ മാറ്റുന്നതിന് പകരം നമ്മൾ ഗുണമുള്ള ഒരു സാധനം ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും കുറേ കാലം നിൽക്കും. അപ്പോൾ ഇടയ്ക്കിടെ വാങ്ങുന്ന ആ ഒരു പൈസ ഇതിന് മുടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് പ്രത്യേകം ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നു എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നോക്കുക, അതിൽ ഞാൻ കൂപ്പൺ കോഡൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് വാങ്ങിക്കാമല്ലോ. ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, അളവും നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനങ്ങനെ ഒരു പ്രത്യേക മെഷർമെൻറ്റ് നോക്കി ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഞാനിതിൽ നമ്മുടെ മല്ലിപ്പൊടി, കൊറിയാൻഡർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം, ഞാനിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് നല്ലോണം ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ വേവിച്ച നമ്മുടെ തുവരപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ചെറിയ പരിപ്പ് കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പിടിച്ച് വരണം, നമ്മുടെ മസാലകളൊക്കെ ഇതിലോട്ടേക്ക്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പരിപ്പ് കറി കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. നമ്മൾ ഈ മീൻ കറിയും ഡെയിലി തേങ്ങ അരച്ച കറിയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് പരിപ്പ് കറിയൊക്കെ കൂട്ടുമ്പോൾ ആദ്യമൊക്കെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഡെയിലി തേങ്ങ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ഇതിനോട് അഡ്ജസ്റ്റായി വന്നു. ഞാൻ പല പല പരിപ്പ് കറികൾ വെറൈറ്റി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഞാൻ അധികവും പരിപ്പ് കറി തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഇവിടെ മോനും ഹസ്ബൻഡിനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ മല്ലിയിലയൊക്കെ കൊണ്ട് ഗാർണിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി കറി, ഈസി കറി. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.